Hi all, I'm Fasiha Shirinana. I'm doing my final year MBBS in Calicut Medical College, a proud student. And ഇതിനു മുമ്പ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ 15 days before NEET, how I prepared my 15 days before NEET, എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് പറയാനാണ്. ഇതിന് 4 കൊല്ലമായി ഞാനിപ്പോൾ MBBS പഠിച്ചിട്ട്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു സ്റ്റേജിലായിരുന്നു, നീറ്റ് അപ്പിയർ ചെയ്തു. ആ നീറ്റ് ഞാൻ 2 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ക്രാക്ക് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയേക്കുന്നത്. സോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ക്രാക്ക് ചെയ്തത്, ആ കഥ ഞാൻ പറയാം. രണ്ടാമത്തെ പ്രാവശ്യം ക്രാക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ്ലി അങ്ങനത്തെ ഭയങ്കര ഓവർ അച്ചീവർ ഒന്നും ആയിരുന്നില്ല, ഒരു മീഡിയോക്കർ ലെവലിൽ മാർക്ക് വാങ്ങിച്ചിരുന്ന കുട്ടിയായിരുന്നു. നീറ്റ് അടുക്കാറായപ്പോൾ, അപ്പോൾ അതുവരെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നത്. നീറ്റ് അടുക്കാറായപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ച് വന്നു. എൻ്റെ സ്കോറ് അപ്പോൾ ഞാൻ സ്കോറ് എൻ്റെ കമ്പയർ ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റ് റാങ്ക് ലിസ്റ്റ് വെച്ചായിരുന്നു. കഴിഞ്ഞ 2017 ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് നീറ്റ് അറ്റൻഡ് ചെയ്തത്. 2017 നീറ്റ് റാങ്ക് വെച്ച് നോക്കുമ്പോൾ മിനിമം 550, 500, 600 മാർക്സ് കിട്ടിയാലേ നമുക്കൊരു ഗവൺമെൻറ് സീറ്റ് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആയപ്പോൾ എൻ്റെ സ്കോർസ് were not consistent enough to get, were not high enough to get a seat in government medical college. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. ഇപ്പം നിങ്ങൾക്കും ടെൻഷൻ ഉണ്ടാകും, കിട്ടുമോ അതേപോലെ തന്നെ നല്ല ടെൻഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ടെൻഷനായി. ഓഫ്ലൈൻ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പാനിക് അറ്റാക്കായി. ഞാൻ വീട്ടിൽ പോയപ്പോൾ കൂളായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് അഡ്വൈസ് ചെയ്തത് എന്താണ്, നീ ഒന്നും നോക്കണ്ട, ഇത്രയും കാലം നീ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചത് വെച്ച് തന്നെ നീ എക്സാം അറ്റൻഡ് ചെയ്തോ. അത് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട്, വറി അബൌട്ട് ഹൗ യു ഡു ദ എക്സാം, ഹൗ ഇഫക്റ്റീവ്ലി യു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. You have studied effectively. If you have studied effectively, you should be able to write in the answer paper. That's what my parents told me. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു അത്. അതിനുശേഷം ഞാൻ സബ്സിക്വൻറ്റ് ഡേയ്സ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, I thought how many subjects that I have to appear before in the NEET exams. അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ ആ കൂടെ 3 സബ്ജക്റ്റ് ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ബോർഡ് എക്സാംസ് കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ 10 സബ്ജക്റ്റ്, 6 സബ്ജക്റ്റ്, 5 സബ്ജക്റ്റ് എന്നൊക്കെ വെച്ചിട്ട് നമ്പർ ഓഫ് സബ്ജക്ട്സ് കൂടുതലായിരുന്നു. പക്ഷേ ഐ തോട്ട് നീറ്റ് ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് മീ ഓൺലി ഫോർ 3 സബ്ജക്ട്സ്. ഐ ഓൺലി ഹാവ് ടു സ്റ്റഡി ഫോർ 3 സബ്ജക്ട്സ്. അങ്ങനെയപ്പോൾ അത്രയും ഭയങ്കര ലിമിറ്റഡ് സബ്ജക്ട്സ് ഉള്ളൂ. ഇതുവരെയും പഠിച്ചതാണ്, അത്യാവശ്യം പരിചയമുണ്ട്. ഏകദേശം എനിക്കൊക്കെ റിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ 15 ദിവസമല്ല, നീറ്റിൻ്റെ കുറച്ചൊരു 10 ദിവസം മുമ്പായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ചാപ്റ്റർ വൈസായിട്ട്, സബ്ജക്റ്റ് വൈസായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഫിസിക്സ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുക്കും, ഒരു ചാപ്റ്റർ എടുക്കും. ആ ചാപ്റ്റർ എടുത്ത് അത് വൃത്തിക്ക് റിവൈസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ 10 years ആയിട്ടുള്ള പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് അറ്റൻഡ് ചെയ്ത് നോക്കി. ഈ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈം വെച്ചിട്ടായിരുന്നു അറ്റൻഡ് ചെയ്തത്. ഞാൻ എത്രത്തോളം എൻ്റെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെന്ന് നോക്കാൻ വേണ്ടി ഓരോ ക്വസ്റ്റ്യനും എൻ്റെ ടൈം എടുത്ത് ഞാൻ വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാൻ നോക്കി. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് 5 മിനിറ്റ് എടുത്തപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് 4 മിനിറ്റ്. ഒരു 10-15 ക്വസ്റ്റ്യൻ ആയപ്പോൾ എനിക്കൊരു 1.5 മിനിറ്റ്, 1 മിനിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പോയി. നമ്മൾ അത്രയും സ്പീഡിൽ നമുക്ക് ആ ചാപ്റ്റർ വൃത്തിക്ക് ചെയ്യാൻ പറ്റി. ഇതേ തന്നെയാണ് കെമിസ്ട്രി ഫിസിക്സിൻ്റെ അത്രയും ചെറിയ സമയത്തിന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. കെമിസ്ട്രി കുറച്ചും കൂടെ റിവൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് +2 വരുന്ന ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം വലുതാണ്. അപ്പോൾ കോൺസെപ്റ്റ്സ് പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുത്ത് റിവൈസ് ചെയ്യെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിലും ഫിസിക്സിന് അത്രയും സമയം എടുക്കില്ല. വൺസ് വി നോ ദ കോൺസെപ്റ്റ് വെരി ക്ലിയർലി വി ക്യാൻ അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ ഇൻ മാറ്റർ ഓഫ് 30 seconds. അത്രയും സിമ്പിളാണ് കെമിസ്ട്രിയിലത്തെ ഒരു 75% ക്വസ്റ്റ്യൻസും. ഇനി അടുത്തത് ബയോളജി ആയിരുന്നു ഞാൻ അവസാനത്തെ 10-15 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത സബ്ജക്റ്റ്. ബയോളജി NCERT വിട്ടിട്ട് ഒരു കളിയും ഞാൻ ചെയ്തില്ല. എക്സ്ട്രാ നോട്ട്സ് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. NCERT ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഞാൻ NCERT എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും എനിക്ക് ബയോളജിയിൽ നിന്ന് തെറ്റാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ബൈ മിസ്റ്റേക്ക്. അത് എല്ലാവരും ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. NCERT നിങ്ങൾക്ക് +1 +2 ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. NCERT വാസ് എ ബേസ്. നമ്മുടെ LKG പഠിച്ച കാര്യം ABCD തെറ്റിക്കുന്ന പോലെയാണ് NCERT എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ. അത്രയും സിമ്പിളായിട്ട് അങ്ങനെയായിട്ട് ഞാൻ എന്ത് ചെയ്തു, NCERT ഡെയിലി 4-5 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടേ, 4-5 ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. As many times you revise NCERT, so many times your knowledge gets refreshed. ആ റിഫ്രഷ്മെൻറ്റ് ഓഫ് അവർ എക്സിസ്റ്റിംഗ് നോളജ് ആണ് നമ്മൾ മെയിൻലി ബയോളജിയിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. കാരണം ഫിസിക്സ് കെമിസ്ട്രി ആയിരിക്കും ഇപ്പം മെയിൻലി കുറേ പേര് ഫോക്കസ് ചെയ്യുന്നത്. Physics and chemistry carries only half mark, the same marks that the biology carries.
Biology, nearly 90% of the questions come from NCERT, which was our basic, which is our LKG of +1, +2. The basic concept ആണ് NCERT എന്ന് വരുന്നത്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയിലും നമുക്ക് അത്യാവശ്യം കുറച്ച് മാർക്ക് കുറവാണെങ്കിലും ബയോളജി നമ്മൾ വൃത്തിക്ക് പഠിച്ച് നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചാപ്റ്റേഴ്സ് കുറേ പഠിച്ചു. ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോഴാണ് ഞാനിത് 3 എക്സാമും ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് വെച്ചാൽ എക്സാം എഴുതുന്നത്. 3 സബ്ജക്റ്റും ഒരുമിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞാൽ, പ്രീവിയസ് ഇയർ അവിടെ വെച്ചു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ എടുത്തു. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ 3 മണിക്കൂർ സമയത്തിനുള്ളിൽ അത് സോൾവ് ചെയ്യാൻ നോക്കി. 3 മണിക്കൂർ സമയത്തിനുള്ളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് ബയോളജി ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്തു പോകും. ബയോളജി സോൾവ് ചെയ്യും, OMR മാർക്ക് ചെയ്യും, ബയോളജി സോൾവ് ചെയ്യും, OMR മാർക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സമയം പോയി. അപ്പോൾ കുറച്ചേരമായപ്പോൾ അങ്ങനെ പെട്ടെന്ന് കോൺഫിഡൻസിൽ എന്ത് ചെയ്യും, കുറച്ച് നേരം അത് ബോറടിക്കുമ്പോൾ കെമിസ്ട്രി എടുത്ത് സോൾവ് ചെയ്യും, കെമിസ്ട്രിയിൽ പറ്റാവുന്ന സോൾവ് ചെയ്യും, അങ്ങനെ ഫിസിക്സും സോൾവ് ചെയ്യും. അതായിരുന്നു എൻ്റെ ടെക്നിക്ക്. ചില ആൾക്കാർക്ക് ബയോളജി ഫുള്ള് സോൾവ് ചെയ്ത് പിന്നെ കെമിസ്ട്രി എടുക്കുക, പിന്നെ ഫിസിക്സ്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ടെക്നിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഡെയിലി അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് സോൾവിങ് ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓർ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വിച്ച് എവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറ്റ് ഷുഡ് ബി യോർ ലൈക്കിംഗ്, അങ്ങനെയായിട്ട് നിങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പാറ്റേൺ ഓഫ് എക്സാമിന് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നീറ്റിന് എക്സാമിന് പോയി ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ ഫേസ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഡോപ്പ തന്നെയായിരിക്കും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുറേ മോക്ക് എക്സാംസ് നടത്തുന്നുണ്ട്, നമുക്ക് ഏകദേശം ഫെമിലിയർ ആയിരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വി ഷുഡ് കണ്ടക്ട് എൻ എക്സാം ഓൺ ourselves ബൈ us. നമ്മളായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ഐ ബിലീവ് ഇറ്റ് വാസ് സച്ച് എ കോൺഫിഡൻസ് ബൂസ്റ്റ് ഫോർ മീ. അതുകൊണ്ട് ഞാൻ ബിലീവ് ചെയ്യുന്നത് അതൊരു നല്ലൊരു ഐഡിയ ആണെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാകും, യു ക്യാൻ ഡു വിത്ത് ദാറ്റ്. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പ്രിപ്പയർഡ് ഫോർ മൈ എക്സാംസ്. പക്ഷേ എനിക്കിത് നെക്സ്റ്റ് തിങ് വാസ് ഹൗ ഹാവ് പ്രിപ്പയർഡ് മൈ സെൽഫ് ടു അറ്റൻഡ് ദ എക്സാം. അപ്പോൾ എനിക്കുള്ള കോൺഫിഡൻസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് എൻ്റെ ഹെൽത്ത്. ആം ഐ ഹെൽത്തി ഇനഫ് ടു റൈറ്റ് ആൻ എക്സാം? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാക്സിമം ഐ കെറ്റ് മൈസെൽഫ് റീഹൈഡ്രേറ്റഡ്. ഡീഹൈഡ്രേഷൻ ഒരു കണ്ടീഷനേ പാടില്ല. യു ഹാവ് ടു ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 3 liters ഓഫ് വാട്ടർ ഈച്ച് ആൻഡ് എവറി ഡേ. അടുത്തത് എടുത്താണ് ഫുഡ്, ഹെൽത്തി ഫുഡ്. ആസ് മച്ച് ആസ് പോസിബിൾ ട്രൈ അവോയ്ഡ് ഈറ്റിംഗ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. ഫുഡ് പോയ്സണിങ് എന്നൊരു കാരണം വെച്ചിട്ട് നീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നീറ്റ് അറ്റൻഡ് ചെയ്ത് മോശമായിപ്പോയി എന്നൊരു കാരണം നമുക്ക് ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റും പറയാൻ പാടില്ല. വി ഷുഡ് ബി ആസ് ഹെൽത്തി ആസ് പോസിബിൾ. അടുത്തതാണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ. ട്രൈ അവോയ്ഡ് സ്ലീപ്പിംഗ് ബിഫോർ നൂൺ, ഫ്രം മോർണിംഗ് ടു നൂൺ. ആ സമയമായിരിക്കും നമ്മൾ നീറ്റ് എഴുതാൻ പോണത്. ഞാൻ രാത്രി പഠിക്കുന്ന കുട്ടിയായിരുന്നു, അതുകൊണ്ട് പക്ഷേ നീറ്റിന് മുമ്പായിട്ട് ഐ ചേഞ്ച് മൈ സ്ലീപ്പ് സൈക്കിൾ. കംപ്ലീറ്റ് റൊട്ടേഷൻ ആയിരുന്നു. ഞാൻ മോർണിംഗ് ആ ഒരു സമയം ഐ കെപ്റ്റ് മൈ ബ്രെയിൻ ആക്ടിവിറ്റി മാക്സിമം. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ വൗച്ച് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി വിൽ ബി മാക്സിമം. ഈവൻ സംതിങ് യു മൈറ്റ് നോട്ട് ഹാവ് റിവൈസ്ഡ് ഈവൻ ഇൻ ദ സ്മോൾ സ്പാൻ ഓഫ് ടൈം, 15 days റിവൈസ് ചെയ്യാത്തൊരു സാധനം പോലും നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പണ്ടെങ്ങാണ്ട് പഠിച്ചതുപോലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. സോ മേക്ക് ഷുവർ യു ചേഞ്ച് യുവർ സ്ലീപ്പ് സൈക്കിൾ. അടുത്തതായിട്ട് പാനിക് അറ്റാക്സ് ഈ ഒരു സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും. പാനിക് അറ്റാക്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്താണ് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇത്രയും കാലം ഉള്ളതല്ലേ, അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന സാധനങ്ങൾ ഏതായിരിക്കും? ചിലപ്പോൾ കളിക്കാൻ പോകുന്നതായിരിക്കും, നടക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ പാനിക് അറ്റാക്സ് കുറയ്ക്കണം. പാനിക് അറ്റാക്സ് ഉണ്ടാകുമ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പോയി സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ നിൽക്കരുത്. സ്റ്റോപ്പ് സ്റ്റഡിയിങ്, calm yourself, do something that relieves your stress, calm yourself and again start studying. So you can നമ്മൾ എത്രത്തോളം നേരം പഠിക്കുന്നു എന്നല്ലോ, എത്ര ഇഫക്റ്റീവായിട്ട് പഠിക്കുന്നല്ലേ. അപ്പോൾ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കാം. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് അറ്റൻഡ് ചെയ്യുക. 3 hours, do your maximum, do your best. All the best. Thank you.